മോദിജി അമേരിക്കയിൽ പോയി അടപടലം തേഞ്ഞു വാരി വന്ന ശേഷം പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ ഇരിക്കുകയായിരുന്നു നാട്ടിലെ മിത്രങ്ങളെല്ലാം. സംസ്ഥാന സർക്കാരിനെതിരെ അങ്ങ് സമരം ചെയ്യാമെന്ന് വെച്ചാൽ എടുത്തു കാണിക്കാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആകെയുള്ളത് ആശാവർക്കർമാരുടെ സമരമാണ്. അതിൽ കയറി പിടിക്കാൻ പോയാൽ കൈ പൊള്ളും. കാരണം ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾക്ക് കാരണം തന്നെ കേന്ദ്ര നയങ്ങളാണെന്ന് സമരം നടത്തുന്ന ആശാവർക്കർമാർക്കൊഴിച്ച് നാട്ടുകാർക്ക് മുഴുവനും ഇപ്പം അറിയാം. അങ്ങനെ മൊത്തത്തിൽ ഒന്നും പറയാനും ചെയ്യാനും ഇല്ലാതെ ബോറടിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് പൃഥ്വിരാജിൻ്റെ മോഹൻലാൽ പടം എമ്പുരാൻ റിലീസായത്. ചിത്രം പൊതുവെ സംഘപരിവാർ വിരുദ്ധമാണെന്ന് കഥ വരുന്നതോടെ മിത്രങ്ങളെല്ലാം സടകുടഞ്ഞെഴുന്നേറ്റു. നമ്മൾ രാജ്യസ്നേഹികൾ ഭാരതം ഭരിക്കുമ്പോൾ ഇവിടെ ഒരു ദേശവിരുദ്ധ സിനിമയോ? അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ അനുവദിക്കില്ല. അല്ല, ആരാണ് ഈ മോഹൻലാൽ? ആരാണ് ഈ പൃഥ്വിരാജ്? എന്തൊക്കെയാണ് സിനിമയെന്ന് പറഞ്ഞ് ഈ ഭയങ്കരന്മാർ ചെയ്തു കൂട്ടിയത്? ഇവന്മാരൊക്കെ ഇപ്പം കളിച്ച് ഭാരതാംബയോട് കളിക്കാറായ നീയൊക്കെ തീർന്ന് ഈ ലെവലിൽ ഏതാണ്ട് കുരിശ് കണ്ട പിശാചിനെ പോലെ മിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയ അങ്ങ് അഴിഞ്ഞാടുകയായിരുന്നു. പക്ഷെ നമ്മുടെ കെ സുരേന്ദ്രനും MT രമേശും ജോർജ് കുര്യനും ഒക്കെ അല്പം ആലോചിച്ചുറച്ച ശേഷമാണ് പ്രതികരിച്ചത്. വെറുതെ മോഹൻലാൽ ഫാൻസിൻ്റെ വായിലിരിക്കുന്നത് വാങ്ങിക്കൂട്ടണ്ടല്ലോ, പണി കിട്ടുവേ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അണികൾ അഥവാ സൈബർ സംഘികൾ കട്ടക്കലിപ്പിലാണ്. നമ്മുടെ പാണ്ടിപ്പട സിനിമയിൽ കൊച്ചിൻ അനീഫ നീയൊക്കെ തമിഴ്നാട്ടിൽ കിടന്ന് കളിക്കാതെ ചുണയുണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് വാടാ എന്ന് പറയും പോലെ ഈ കേരളത്തിൽ കിടന്ന് കളിക്കാതെ ചുണയുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലോട്ട് വാടാ എന്നാണ് സൈബർ മിത്രംസിൻ്റെ ഓരിയിടൽ. മോഹൻലാലിൻ്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് കുറേ മിത്രങ്ങൾ, സിനിമ ബഹിഷ്കരിക്കണമെന്ന് മറ്റു ചില മിത്രങ്ങൾ, ബുക്ക് ചെയ്ത ടിക്കറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യണമെന്ന് മിത്രങ്ങളോട് പിന്നെയും വേറെ മിത്രങ്ങൾ. അങ്ങനെ മൊത്തത്തിൽ എമ്പുരാൻ തിയേറ്ററുകൾക്കുള്ളിൽ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ ഓളമാണ് പുറത്തിപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ സംഘപരിവാറിലെ ചില CIDകൾ മറ്റൊരു രഹസ്യവും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പൃഥ്വിരാജ് മുമ്പ് ആടുജീവിതത്തിൻ്റെ ഷൂട്ടിനായി ജോർദാനിൽ പോയപ്പം കോവിഡ് കാല ഇടവേളയിൽ കുറേ കാലം അവിടെ താമസിച്ചെന്നും അതിനിടയിൽ അദ്ദേഹം IS പോലുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നുമാണ് ഒരു യുവമോർച്ച നേതാവിൻ്റെ കണ്ടെത്തൽ. ഈ മിത്രങ്ങളൊരു ബുദ്ധിയെ! സാക്ഷാൽ CIA-യും മൊസാദും വർഷങ്ങളോളം ശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റായിരുന്ന കാര്യമാണ് ഒറ്റ ദിവസം കൊണ്ട് കണ്ടുപിടിച്ച് കളഞ്ഞു. അല്ലെങ്കിലും കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മിത്രങ്ങളെ കഴിഞ്ഞേയുള്ളൂ നാട്ടിലാരും. ആ ഐസക് ന്യൂട്ടനൊക്കെ വെറും വേസ്റ്റ് ഇവരുടെ കാര്യം നോക്കിയാൽ. നേരവും കാലവും നോക്കാതെ കണ്ട ആപ്പിൾ മരത്തിൻ്റെ മൂട്ടിലൊക്കെ പോയിരുന്ന് വെറുതെ സമയം കളഞ്ഞു. അന്നേ നമ്മളെ സംഘത്തിലെങ്ങാൻ പോയി ചേർന്നിരുന്ന് കൊട്ടുവടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ അത് ഞാൻ ഈ ബുദ്ധിമുട്ടിൻ്റെ വല്ല ആവശ്യം വരുമായിരുന്നു. പിന്നെ ഈ ബ്ലഡി മലയാളീസിൻ്റെ കാര്യം, ഇവന്മാരെവിടെയുണ്ടോ അവിടെയെല്ലാം നമുക്ക് പണിയാണെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മിത്രങ്ങൾ ഇറങ്ങുന്ന ചിത്രങ്ങളോട് ഇവന്മാർക്ക് പണ്ടേ അലർജിയാണ്. കാശ്മീർ ഫയൽസ്, പിന്നെ കേരള സ്റ്റോറി, അങ്ങനെ എത്ര ചിത്രങ്ങൾ നമ്മൾ ഇവിടെ ഇറക്കി കൊടുത്തു എന്നിട്ട് വല്ലവനും കണ്ട ഇല്ല. നമ്മൾ മിത്രങ്ങൾ തന്നെ പോയിരുന്ന് കാണേണ്ടി വരും. അതിന് നമ്മൾ കണ്ടുകൊണ്ട് പ്രതിഷേധിച്ചു. ഇത്തവണ നമ്മൾ കാണാതിരുന്ന് പ്രതിഷേധിക്കും. പിന്നെ മിസ്റ്റർ മോഹൻലാൽ ജിയോടും മിസ്റ്റർ പൃഥ്വിരാജ് ജിയോടും ഒന്നുകൂടെ പറഞ്ഞേക്കാം, നമ്മുടെ EDയും CBIയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളൊന്ന് വിരലും ഞൊടിച്ചാൽ മതി, അവർ കയറി അങ്ങ് മേയും. നിങ്ങൾ സിനിമയെ കാണിച്ചത് ഞങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തരും. അറിയാമല്ലോ. എന്തായാലും മമ പ്രണാമം.